സ്വീകരിക്കുമാറാവട്ടെ. മീന താഴ്വരയിലാണ്, മീന ടെന്റിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ ഇതുപോലെ ഒത്തൊരുമിക്കാൻ ഈ ഒരു ഒത്തുകൂടൽ ഒരു കാരണമാക്കി തരട്ടെ. സകല പാപങ്ങളും പൊറുപ്പിച്ചവരായി അല്ലാഹു ഇവിടെ നിന്ന് വിട പറയുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നേരത്തെ നാം ഒരു ഹദീസ് പഠിച്ചതാണ്. ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് പരിശുദ്ധ ഖുർആന് കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായ വചനങ്ങളാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സ്വഹീഹുൽ ബുഖാരി. ബുഖാരി മുസ്ലിം എന്ന് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ബുഖാരി എന്നും മുസ്ലിം എന്നും കേൾക്കാത്തവർ ആരുമില്ല. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആന് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ കലാമായ ഖുർആന് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ കലാമായ ഖുർആന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്വീകാര്യമായ വചനങ്ങൾ സ്വഹീഹുൽ ബുഖാരിയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്വഹീഹുൽ ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസാണ് ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഹദീസ്. ആ ഒന്നാമത്തെ ഹദീസ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു ഹദീസാണ്. ആ ഹദീസ് ഒരു അല്പമെങ്കിലൊന്ന് പറഞ്ഞത് ആർക്കെങ്കിലും കഴിയും? സ്വഹീഹുൽ ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസ് അത് നമ്മൾ പഠിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞോട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞ എല്ലാവരും നമുക്കറിയാം. ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുള്ള ഹദീസുമാണ്. ഇതാണ് സ്വഹീഹുൽ ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസ്. ഈ ഹദീസ് നമുക്ക് മനഃപ്പാഠമാക്കലാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. എന്താണ് ഹദീസ്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇന്നമൽ അഅ്മാൽ, നിശ്ചയം അമലുകൾ മുഴുവനും, ഏതൊക്കെ അമലുകളുണ്ടോ എല്ലാ അമലുകളും, ആ അമലുകൾ സ്വീകരിക്കപ്പെടുന്നതും പരിഗണിക്കപ്പെടുന്നതും ബിന്നിയാത്തി, എന്തുകൊണ്ടാണ്? നിയ്യത്തുകൾ കൊണ്ടാണ്. അപ്പൊ നിയ്യത്തുകൾ കൊണ്ട് മാത്രമേ അമലുകൾ സ്വീകരിക്കുകയും പരിഗണിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ എന്ന് ഇമാം ബുഖാരിയുടെ ഹദീസിൽ ഒന്നാമത്തെ ഹദീസ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുക. അപ്പൊ നാം ചെയ്യുന്ന ഓരോ അമലുകളും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെരുപ്പ് ഇടുകയാണ്. ആ ചെരുപ്പ് ധരിക്കുമ്പോൾ ഇത് എന്റെ ഹബീബിന്റെ സുന്നത്താണ് എന്ന് കരുതിയാൽ അത് ഇബാദത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് രണ്ട് കൈ കഴുകും. എഴുന്നേറ്റ ഉടനെ രണ്ട് കൈ കഴുകണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിന്റെ ആവശ്യകതയും അനിവാര്യതയും ഒന്നും വിശദീകരിക്കണില്ല. ഈ രണ്ട് കൈ കഴുകുന്ന സമയത്ത് നമ്മൾ കരുതണം, ഇത് എന്റെ ഹബീബിന്റെ സുന്നത്താണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പണി ചെയ്യുന്നത് എന്ന നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടായാൽ ഈ രണ്ട് കൈ കഴുകുന്നത് ഇബാദത്താണ്. മുഹമ്മദ് റസൂലുള്ളാഹി. പല്ലിലേക്ക് കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബ്രഷും പേസ്റ്റും ഒക്കെ ഇട്ട് വളരെ ഭംഗിയായി പല്ല് തേക്കുന്ന ആൾക്കാരാണ്. പല്ല് തേക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ കൂടുതൽ ആ വിഷയത്തിൽ ദന്തശുദ്ധീകരണത്തിൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ. ആ പല്ല് തേക്കുന്ന സമയത്ത് നമ്മൾ വലതു ഭാഗം കൊണ്ട് തുടങ്ങുക. വലതു ഭാഗം തന്നെ മേൽഭാഗം കൊണ്ട് തുടങ്ങുക. വലതു ഭാഗത്തു നിന്ന് മേൽഭാഗം കൊണ്ട് തുടങ്ങുക. ആ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നിയ്യത്ത് വെക്കുകയാണ്, ഇത് എന്റെ ഹബീബിന്റെ സുന്നത്താണ് എന്ന് കരുതിയാൽ അത് ഇബാദത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി. നാം ഓരോ ദിവസവും ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും നിയ്യത്തുണ്ടെങ്കിൽ ഇബാദത്താക്കി മാറ്റാൻ പറ്റും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്.
ഈ വലത് കൈ കൊണ്ട് കഴിക്കുമ്പോൾ ഇത് എന്റെ ഹബീബിന്റെ സുന്നത്താണെന്ന് കരുതിയാൽ അത് ഇബാദത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി രാവിലെ എഴുന്നേറ്റാൽ ബാത്റൂമിൽ പോകാത്തവരാരുമില്ല. തിരക്കാണെങ്കിലാണ് അല്പനേരത്തേക്ക് മാറ്റി വെക്കുള്ളൂ. ആ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഏത് കാലാണ് വെക്കേണ്ടത്? ഇടതു കാലാണ്. എന്റെ വലത്തെ കാല് വെച്ച കാല് നടക്കൂലേ? നടക്കും. എന്നാൽ ഇടത് കാല് വെക്കുന്നത് എന്റെ റസൂല് പഠിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഇടത് കാല് വെക്കുന്ന സമയത്ത് ഇത് എന്റെ ഹബീബിന്റെ സുന്നത്താണ് എന്ന് കരുതിയാൽ അത് ഇബാദത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി പുറത്തേക്ക് ഇറങ്ങുമ്പോ ഏത് കാല് വെക്കണമെന്നാ? എന്റെ ഇടത് കാല് വെച്ചാൽ ടെന്റിലേക്ക് എത്തൂലേ? എത്തും. പിന്നെ വലത് കാല് വെക്കണമെന്ന് ആരാ പറഞ്ഞത്? അപ്പൊ അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്താണെന്ന് കരുതിയാൽ ആ കാല് വെക്കുന്നത് എന്താണ്? ഇബാദത്താണ്. വീട്ടിലേക്ക് കയറുമ്പോ ഏത് കാല് വെക്കണം? ടെന്റിന്റെ അകത്തേക്ക് കയറുമ്പോ ഏത് കാല് വെക്കണം? വലത് കാല്. ഇത് നമ്മുടെ വീടാണ്. എന്റെ ഇടത്തെ കാല് വെച്ചങ്ങോട്ട് കയറാൻ പറ്റൂലേ? വലത് കാല് വെക്കുമ്പോൾ ഇത് എന്റെ ഹബീബിന്റെ സുന്നത്താണ് എന്ന് കരുതിയാൽ അത് ഇബാദത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഇവിടുന്ന് ഇറങ്ങുമ്പോ ഏത് കാലാ വെക്കേണ്ടത്? ഇടത് കാല്. ഇത് ആരാ പറഞ്ഞത്? മുത്തായ തങ്ങള്. പള്ളിയിൽ കയറുമ്പോ ഏത് കാലാ വെക്കേണ്ടത്? വലത് കാല്. ഇത് ആരാണ് പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും രാവിലെ വീട്ടിൽ നിന്ന് കമ്പനിയിലേക്ക് ജോലിക്ക് പോകുന്ന ഒരാള്, അയാള് കമ്പനിയിലെ ജോലിക്കാരനാണ്, ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്, വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണ്, അദ്ദേഹം ഒരു വലിയ മാനേജറാണ്, ഒരു സ്ഥാപനത്തിന്റെ മേധാവിയാണ്, ആരോ ആവട്ടെ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്റെ ഭാര്യ മക്കളെ പോറ്റാൻ വേണ്ടി ഞാൻ പോവുകയാണ്. എന്റെ ഉമ്മക്കും വാപ്പക്കും എന്റെ കുടുംബത്തിനും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ അന്നം